നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ നിങ്ങളാരും എന്നെ വിശ്വസിച്ചില്ല. കലാവതിയുടെ ഉപജാപം കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പൊ ഞാനായി. എന്റെ മക്കളുടെ ശത്രുവായി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ട. അതുകൊണ്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. ഇതെന്റെ മരണമൊഴിയ. ഇത് കേട്ട് നീ ഇങ്ങോട്ട് പാഞ്ഞു വരണ്ട. അപ്പോഴേക്കും ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കും. ഇനിയെങ്കിലും എന്റെ പൊന്നുമക്കള് സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് മനസ്സിലാക്കി അവരെ മാറ്റി നിർത്തി നന്നായിട്ട് ജീവിക്കണം. അച്ഛൻ പോവുക അമ്മയുടെ അടുത്തേക്ക്. ഇയാള് ഫോൺ എടുക്കുന്നില്ലല്ലോ. കുടിച്ച് ബോധം കെട്ട് എവിടെങ്കിലും കിടക്കുമായിരിക്കും. ഹലോ. ഇനിയും എന്നെ അപമാനിക്കാനാണോ നീ വിളിക്കുന്നത്? അപമാനങ്ങൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി എന്നത് ചന്ദ്രസേനന്റേതെന്ന് മാറ്റി പറയേണ്ടി വരും. നീ പഴയതൊന്നും മറക്കണ്ട. എന്നെ വെച്ച നീ ഈ കണ്ടതെല്ലാം നേടിയത്. എന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോ ഞാൻ വെറും കറിവേപ്പില. ഒരാള് സ്വയം നശിക്കാൻ തീരുമാനിച്ചാലേ അയാളെ ഈശ്വരന് പോലും രക്ഷിക്കാൻ കഴിയില്ല. സ്വന്തം മക്കളുടെ മുമ്പിൽ ഇത്രയും നാറിയിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? എന്റെ മക്കൾക്ക് എന്നെ വിലയില്ലാതാവാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാ. നീ ഓതിക്കൊടുക്കുന്ന കാര്യങ്ങളാ ഇപ്പൊ അവർക്ക് വേദവാക്യം. ചന്ദ്രൻ എന്ന് മുതലാണോ എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയത് അന്ന് മുതല് ചന്ദ്രന്റെ കഷ്ടകാലം തുടങ്ങി. ഇനിയും വൈകിട്ടില്ല. പഴയതുപോലെ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങൾക്ക് നിങ്ങളുടെ 5 മക്കളുടെ അച്ഛനായി അന്തസ്സായിട്ട് ജീവിക്കാം. എന്തു പറയുന്നു? നിന്റെ ഇത്തരം അടവുകളെ കയ്യിൽ വെച്ചാ മതി കലാവതി. നിന്റെ ഇത്തരം നമ്പറുകൾ ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ഇനിയും നിന്റെ അടിമയാകുന്നതിലും നല്ലത് മരിക്കുന്നതാ. അത് ഞാൻ തീരുമാനിച്ചിരിക്കുക. ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ ചന്ദ്ര. ചന്ദ്രസേനെ വെറുതെ പാഴ്വാക്ക് പറയാറില്ലടി. എന്നെ എന്റെ മക്കളിൽ നിന്ന് അകറ്റിയ നിന്നെ മരണം കൊണ്ട് ഞാൻ തോൽപ്പിക്കും.